ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സേമിയ പായസമായിട്ടാണ്. ടോഫി സേമിയ പായസമാണ്. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയത് അരക്കപ്പ് സേമിയ, 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, അരക്കപ്പ് പഞ്ചസാര, കുറച്ച് സാബുനരി, 2 ടീസ്പൂൺ സാബുനരി. ആദ്യം കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി, ഉണക്കമുന്തിരിയും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് കോരുക. ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് സേമിയയും എടുത്ത് വെച്ച സേമിയയും സാബുനരിയും കൂടി മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പഞ്ചസാര എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്താൽ മതി. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കണം. ഇനി നമ്മൾ പായസത്തിലേക്ക് ആവശ്യമായ മധുരം ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാല് അഥവാ 2 പാക്കറ്റ് പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സേമിയയും സാബുനരിയും ഈ പാലിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് നന്നായി കുക്കാവണം. നന്നായി തിളച്ച് കുക്കായതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചേർക്കാം. എനിക്ക് ക്യാമറ ഓഫായി പോയി. ഞാനിതിലേക്ക് ഒരു ഏലക്കായ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നന്നായി തിളച്ച ശേഷം നല്ല സേമിയയും സാബുനരിയൊക്കെ നല്ല വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കശുവണ്ടി ചേർക്കുക. 1 സ്പൂണ് നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെക്കുക. നല്ല ടേസ്റ്റിയായ പായസം ഇവിടെ റെഡിയായി.